ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ശരവണ ഭവൻ സ്റ്റൈലിലുള്ള ഒരു ഈസി സാമ്പാറാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇവിടെ സെർവ് ചെയ്യുന്നത് തട്ടേ ഇഡ്ഡലിയാണ്. അപ്പോൾ തട്ടേ ഇഡ്ഡലിയും ഈ സാമ്പാറും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ തുവരപ്പരിപ്പ്, അരക്കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് കുതിർത്താനൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണിത്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പരിപ്പിൻ്റെ ഒപ്പം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം എണ്ണയാണ്. കുക്കിംഗ് ഓയിൽ ഉണ്ടല്ലോ, ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴികെ കേട്ടോ. നല്ലെണ്ണ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന പാകത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന പാകത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനങ്ങനെ വലിയ അളവൊന്നുമില്ല കേട്ടോ, കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 4 വിസിലടിക്കുന്ന വരയ്ക്കും ഇത് വേവിച്ചെടുക്കണം. നമ്മളുടെ സാധാരണ കേരള സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് ആ പരിപ്പ് അങ്ങനെ ഒരുപാട് വെന്ത് പോണത് അത്ര ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ശരവണ ഭവൻ സ്റ്റൈലിലുള്ള കുക്കിംഗ്, അതായത് ഈ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 4 വിസിൽ കൊടുത്ത് നല്ലതായിട്ട് അത് പരിപ്പ് ഉടച്ചെടുത്ത് തന്നെ വേണം ചെയ്തെടുക്കാൻ. പരിപ്പ് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. ഇതിന് വേണ്ടി ഞാനൊരു പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ തക്കാളിയായിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. കൂടുതൽ വേണ്ട കേട്ടോ, 1 ടേബിൾ സ്പൂൺ തന്നെ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇത് പൊട്ടുകടലയാണ് കേട്ടോ. ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് ആ കടലൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ഫൈൻ പേസ്റ്റായി തന്നെ അരയ്ക്കണേ. ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത്, ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല. അതിനുശേഷം ഇതിലേക്ക് മുരിങ്ങക്കായ ഒരെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒറ്റൊരു മുരിങ്ങക്കായ എടുത്തിട്ടുള്ളത്. ചെറിയ ലെങ്ത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ മുരിങ്ങക്കായയുടെ ഒപ്പം ഒരു 3-4 ബീൻസും കൂടെ അതേ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കൊത്തമര ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബീൻസാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതോടൊപ്പം ഒരു ചെറിയ ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് 2 ചെറിയ വഴുതനങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു തക്കാളിയുടെ പകുതി പോർഷൻ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരെണ്ണം ഫുള്ള് ചേർക്കേണ്ട ആവശ്യമില്ല, പകുതി ചേർത്താൽ മതിയാവും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുതാണ് ചേർത്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പാറിൽ അങ്ങനെ പൊട്ടാറ്റോ ഇടാറില്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും സാമ്പാറിൽ പൊട്ടാറ്റോ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പൊട്ടാറ്റോ ചേർക്കുന്ന താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളപ്പോൾ ചേർത്ത് കൊടുത്ത എല്ലാ വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു മിനിറ്റ് 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ നോർമൽ വാട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല. അതും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് നേരത്തോളം അടച്ച് വെച്ച് വേവിക്കാം. അത്രയും മതിയാവും കേട്ടോ, കാരണം ഇതിൽ ഒരുപാട് വേവുള്ള കഷ്ണങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കോൽപ്പുളി ഉണ്ടല്ലോ, അതൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പിഴിഞ്ഞ് വെച്ച പുളിയാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, പുളിവെള്ളം കേട്ടോ. പിന്നെ നമ്മൾ പരിപ്പിലാണെങ്കിലും ഈ കഷ്ണത്തിലാണെങ്കിലും ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. പുളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കഷ്ണങ്ങൾ അധികം അങ്ങ് വെവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു 5 മിനിറ്റ് ആ പുളിയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരിത്തിരി എണ്ണ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ പരിപ്പ് നല്ല സോഫ്റ്റായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് 4 വിസിൽ കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ 2 വിസിൽ കൊടുത്ത് ഈ പരിപ്പ് വേവിച്ചിട്ട് നമ്മൾ ഈ കഷ്ണങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റ് വേവിച്ചില്ലേ, അതിന് പകരം ആ കഷ്ണങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 വിസിലും കൂടി അടിക്കുക. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഒത്തൻറ്റിക് രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തത് കേട്ടോ. സമയമില്ലാത്തവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ എണ്ണ ചേർത്ത് നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയും ഈ ഒരു കറിക്ക് ഇങ്ങനെ പരിപ്പ് വേവിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ആ ചേർത്ത് കൊടുത്ത പുളിവെള്ളത്തിലൊക്കെ കിടന്ന് ആ കഷ്ണം നന്നായിട്ട് അതിലേക്കൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ ചെറുതായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ പുളിയും എരിവും ഒക്കെ ഒന്ന് നന്നായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് വരാനാണ് ആ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം സമയം തന്നെ നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മൾ അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് സാമ്പാറിൻ്റെ എങ്ങനെയാണോ അതിൻ്റെ ഒരു തിക്നെസ് ആവശ്യമുള്ളത് അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എരിവും പുളിയും ആ മധുരത്തിൻ്റെ ടേസ്റ്റൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, തീ ഓഫ് ചെയ്യാം. ഇനി ഒന്നും കൂടെ ഇതൊന്ന് കുറുകും, കാരണം നമ്മൾ അതിനകത്ത് പൊട്ടുകടലൊക്കെ അരച്ചതല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഒരു കുറുക്കം വരുവേ. ഒന്ന് തണുത്ത് വരുമ്പോൾ ശേഷം നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ താളിക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരല്പം ഒരു ടീസ്പൂൺ നെയ്യാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യിൽ ആക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് കിട്ടുക കേട്ടോ. നമ്മൾ നോർമൽ ഈ കുക്കിംഗ് ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും ഒന്ന് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ നമ്മൾ അവിയലിലൊക്കെ ഇടുന്ന നല്ല ജീരകം, ആ ജീരകമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതിന് ശേഷം 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ഇതുപോലെ ഇങ്ങനെ കയ്യിലൊന്ന് ഞെരടി ഇടുകയാണെങ്കിൽ നല്ല മണം ഉണ്ടാവും. അപ്പോൾ വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പം ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 10-15-20 ഉള്ളിയോളം ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഇത്ര ചേർക്കുക. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ സവോള വേണമെങ്കിൽ കുറച്ച് സ്ക്വയർ പീസസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ ചെറിയ ഉള്ളിയാണ് കൂടുതൽ സ്വാദ് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം, നമ്മൾ കേരള സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായം ഉണ്ടല്ലോ, ആ കായത്തിൻ്റെ പൊടി ഇടുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൗഡർ, നമ്മൾ നേരത്തെ ചേർത്ത സാമ്പാർ പൗഡർ ഇല്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം മൂത്ത് വന്നപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവിയിട്ടെടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം മതി കേട്ടോ മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന കേരള സാമ്പാറിൽ നിന്ന് ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള ശരവണ ഭവൻ സ്റ്റൈലുള്ള സാമ്പാറാണ് നമ്മളപ്പോൾ ഇന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഉണ്ടാക്കാനും ഈസി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.